നമസ്തേ. കൃഷി ആവശ്യത്തിനായി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പുരയിടത്തിൽ മണ്ണിളക്കുന്നതിനിടയിൽ ക്ഷേത്രാവശിഷ്ടങ്ങളും വിഗ്രഹങ്ങളും കണ്ടെത്തി. പാലാ വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രത്തിന് വടക്ക് പടിഞ്ഞാറ് മാറി പാലാ അരമനവകം സ്ഥലത്താണ് വിഗ്രഹങ്ങളും ക്ഷേത്രാവശിഷ്ടങ്ങളും കണ്ടെത്തിയത്. കപ്പ കൃഷിക്കായി വലിയ മൺകൂനുകൾ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി സ്ഥലം ആഴത്തിൽ മാന്തിയപ്പോഴാണ് 2 വിഗ്രഹങ്ങളും സോപാനക്കല്ലും കണ്ടെത്തിയത്. വിവരമറിഞ്ഞ സമീപവാസികൾ എല്ലാം സ്ഥലത്തെത്തി. അറിഞ്ഞപ്പോൾ തന്നെ ഭക്തർ ഒത്തുകൂടി സ്ഥലത്ത് എത്തുകയും വിളക്ക് വെച്ച് ആരാധിക്കുകയും ചെയ്തു. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. വെള്ളാപ്പാട് ഉപദേശം സമിതി സെക്രട്ടറി അനീഷ്, പ്രസിഡന്റ് ബിജു നാരായണൻ, കണ്ണൻ വെള്ളാപ്പാട്, ട്രഷറർ സുധീർ രവീന്ദ്രദാസ്, വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ സെക്രട്ടറി മോഹനൻ പനക്കൽ, ജോയിന്റ് സെക്രട്ടറി പ്രശാന്ത് കല്ലിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ഭക്തർ അവിടെ ഒത്തുകൂടിയത്. പാലാ വെള്ളാപ്പാട് കോട്ടയപ്പാലം ജംഗ്ഷനടുത്തുള്ള തണ്ടളത്ത് മഹാദേവ ക്ഷേത്രത്തിന്റെ ഏതാനും ശിലകൾ ഇന്നലെ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി മണ്ണിളക്കിയപ്പോൾ കണ്ടെത്തുകയുണ്ടായി. നമ്പൂതിരി വിഭാഗത്തിൽപ്പെട്ട ഇല്ലക്കാരുടെ കൈവശമിരുന്ന ഈ ക്ഷേത്രത്തിന്റെ പുരാണ ക്ഷേത്രത്തിന്റെ സ്വത്തുക്കളൊക്കെ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി കൈവിട്ടു കൊടുത്തപ്പോൾ മറ്റ് പലരുടെയും കൈവശപ്പെട്ടു പോയിട്ടുള്ളതാണ്. ഈ വെള്ളാപ്പാട് ദേവീക്ഷേത്രത്തിലെ ദേവപ്രശ്ന വിധികളിൽ പലപ്പോഴും ഈ നാട്ടിൽ ശൈവാരാധന മുടങ്ങിയിട്ടുണ്ടെന്നും അത് പുനഃസ്ഥാപിക്കണമെന്നും അതിലൂടെ ഈ നഷ്ടപ്പെട്ടു പോയ മൺമറഞ്ഞു പോയ മഹാദേവ ക്ഷേത്രത്തിന് പുനരുദ്ധാരണം നടക്കുമെന്നും ദൈവജ്ഞർ പലതവണ പ്രവചിച്ചിട്ടുള്ളതാണ്. എന്തായാലും ഇന്ന് ഭക്തജനങ്ങൾക്ക് വലിയ സന്തോഷത്തിൽ എല്ലാവരും ഇന്ന് ഭക്തജന തിരക്കാണ് ഇന്ന് ഈ ക്ഷേത്ര സമുച്ചയത്തിലേക്ക് ഈ ശില കണ്ടെടുത്ത പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നും കണ്ടെത്തിയത് ശിവലിംഗവും പാർവതി വിഗ്രഹവുമാണ് എന്ന് സ്ഥലം സന്ദർശിച്ച വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രം മേൽശാന്തി പ്രദീപ് നമ്പൂതിരി പറഞ്ഞു. വിഗ്രഹം കണ്ടെത്തിയ സ്ഥലത്ത് മുമ്പ് തണ്ടളത്ത് തേവർ എന്നറിയപ്പെട്ടിരുന്ന ശിവക്ഷേത്രവും ആരാധനയും നടന്നിരുന്നതാണ്. ഇവിടെ ബലിക്കല്ലും പീഠവും കിണറും ഉണ്ടായിരുന്നതായി കാരണവന്മാർ പറഞ്ഞു കേട്ടിരുന്നതായി സമീപവാസികൾ പറയുന്നു. 100 വർഷം മുമ്പാണ് ഇവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നത്. ഇപ്പോഴുള്ള താമസക്കാരുടെ മുത്തശ്ശന്റെ ചെറുപ്പത്തിൽ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നും തേവർപുരയിടം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് എന്നും സമീപവാസികൾ പറയുന്നു. കൂത്താപ്പാടി ഇല്ലമ്മക വിശാലമായ പുരയിടമായിരുന്നു ഇവിടം. കുത്തക പാട്ടത്തിന് അന്ന് ചില സ്ഥലവാസികൾ സ്ഥലം ഏറ്റെടുത്ത് കൃഷിയും മറ്റും നടത്തി വന്നിരുന്നു. പിന്നീട് പാട്ടസ്ഥലം അന്യാധീനപ്പെട്ട ഇല്ലം ക്ഷയിച്ചതോടെ കുടുംബക്കാർ പാലക്കാട്ട് മലയ്ക്ക് താമസം മാറുകയും പാട്ടസ്ഥലം കൃഷിക്കാരുടെ കൈവശവുമായി. പല കൈവഴി മാറി വെട്ടത്ത് കുടുംബത്തിന്റെ ഉടമസ്ഥതയിൽ നിന്നാണ് സ്ഥലം അരമന വാങ്ങിയത് എന്ന് പറയുന്നു. ഇതിനിടയിൽ ഇവിടെയുണ്ടായിരുന്ന ക്ഷേത്രവും നശിക്കപ്പെട്ടു. കഴിഞ്ഞ ദിവസം പ്രമുഖ ജ്യോതിഷ പണ്ഡിതൻ വടകര ചേറോട് ശ്രീനാഥ് പണിക്കർ നടത്തിയ താമ്പൂല പ്രശ്നത്തിൽ താമസിയാതെ തന്നെ ക്ഷേത്രം നിലനിന്നിരുന്ന സ്ഥലത്തു നിന്നും വിഗ്രഹങ്ങൾ കണ്ടെത്തും എന്ന് പ്രവചിച്ചിരുന്നു. ഈ പ്രവചനമാണ് ഇന്ന് സത്യമായിരിക്കുന്നത്. ഹൈന്ദവ സമൂഹത്തിനും ഹൈന്ദവ ആരാധനയ്ക്കും നേരെയുള്ള ആക്രമണങ്ങളുടെ മറ്റൊരു രേഖ കൂടി പാലായിലെ ഹൈന്ദവ സമൂഹത്തിന് ഇന്ന് ലഭിച്ചിരിക്കുന്നു.